ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഡേ 1 ആണ്. ആക്ച്വലി നമ്മൾ ഇന്നലെ നൈറ്റാണ് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തെത്തി. അപ്പോൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആക്ച്വലി നമ്മൾ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. അതല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം എവിടേക്ക് പോകണമെന്നുള്ളത്. എവിടേക്കാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്നുള്ളത്. കാരണം ഇത് ഒറ്റ മൈൻഡിലെടുത്ത തീരുമാനമാണ്. കുറേ നാളായിട്ട് ഒരു ട്രിപ്പ് പോകണം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ബട്ട് നടക്കാറുണ്ടായിരുന്നില്ല. സോ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാം എന്നുള്ള രീതിക്കാണ് ഇറങ്ങിയത്. ആക്ച്വലി നമ്മൾ വേറൊരു സ്പോട്ടിലേക്ക് ഒരു 1 ഡേ ട്രിപ്പ് പോലെയാണ് ഇറങ്ങിയത്. പിന്നീടാണ് അത് പ്ലാൻ മാറി ഇവിടം വരെ എത്തിയത്. സോ നമുക്ക് സ്ഥലം കാണിച്ചു തരാം. ഇപ്പോൾ ആക്ച്വലി രാവിലെയാണ്. രാത്രി ഞങ്ങൾ ഇവിടെ വന്നിട്ട് കാറിൽ തന്നെ കിടന്ന് ഉറങ്ങി. പിന്നെ രാവിലെ എണീറ്റു, ഫ്രഷായി. ഫ്രഷ് ആവാൻ മീൻസ് ബേസിക് ഫ്രഷ്. ഈ നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു ഗ്രൂമിംഗ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. രാവിലത്തെ ഫുഡ് കഴിച്ചു. അപ്പോൾ നമ്മളിനി ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. അപ്പോൾ ഈ സ്ഥലം കാണുമ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും കാര്യം മനസ്സിലാവും നമ്മളിപ്പോൾ എവിടെയാണെന്നുള്ളത്. നമ്മളിപ്പോൾ മൂന്നാറാണുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരിക്കും ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് വഴി കാണാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് രസമാണെന്നറിയോ ഈ കാടിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ കേട്ട് പോണത്. എനിക്ക് ഈ ഒരു ഏരിയ എത്തുമ്പോണ്ടല്ലോ, ഈ ഒരു ഭാഗം നിറച്ചിങ്ങനെ പുൽമേട് പോലെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഈ ഒരു ഏരിയ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമ്മർ ഇൻ ബത്ലഹേമിലെ കുറേ സീനുകൾ എനിക്ക് ഓർമ്മ വരും. അത് കറക്റ്റായിട്ട് റിസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറേ പശുക്കൾ നിരന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ആ ഒരു പച്ചപ്പിൻ്റെ ഇടയിൽ ചെറിയൊരു യെല്ലോ ഷെയ്ഡൊക്കെ കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ഒരു സീൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പോകുന്നത് വട്ടവടയേക്കാണ്. വട്ടവടയ്ക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേ വരുന്നത് ഇതുപോലത്തെ മിലിറ്ററി ടെൻസ് ആണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വരും. ഓക്കെ, ബൈ.